ഹലോ നമസ്കാരം. 2019 പ്രളയം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പാമ്പുരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ ദുരിതം വിധിച്ചൊരു പ്രളയമായിരുന്നു അത്. അതേപോലെ തന്നെ നാറാത്ത്, വാച്ചാപ്പുറം പ്രദേശങ്ങളിൽ ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നാറാത്ത്, ഓണപ്പറമ്പ്, മാലോട്ട് റോഡ് പരിസര പ്രദേശത്തും ഒരുപാട് വീടുകൾ നമ്മൾ ഏകദേശം നാറാത്തിൻ്റെ ഒരു 80% വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. നാറാത്ത് UP സ്കൂളിൻ്റെ പരിസര പ്രദേശത്തും ചെറിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ആലിങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓണപ്പറമ്പിലേക്കുള്ള റോഡിലും ആ സമയത്ത് ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നാറാത്ത് ടൗണിൽ തോടിൻ്റെ സൈഡിലുള്ള പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു 2019 ആ പ്രളയകാലത്ത്. ആലിങ്കിൽ നിന്ന് നാറാത്ത് പോകുന്ന ഇരുവശത്തുള്ള തോട് സൈഡിലുള്ള വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ആലിങ്കിയിലെ ALP സ്കൂള്, അവിടെയും സ്കൂൾ മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പ്രളയം കാക്കത്തുരുത്തിയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. കാക്കത്തുരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് ഒട്ടുമിക്ക വീടുകളും ഒഴിപ്പിച്ച് ആ പ്രദേശത്ത് മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ചിറക്കൽ പഞ്ചായത്തിലെ കാട്ടാമ്പള്ളി പ്രദേശത്തും പ്രളയം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. വളവട്ടണം ഗ്രാമപഞ്ചായത്തിലെ കീരിയാട് എന്ന് പറയുന്ന പ്രദേശത്തും ഈ പ്രളയം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനൊരു പ്രളയം ഇല്ലാതിരിക്കട്ടെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് അലോട്ട്.